സൂര്യോദയത്തിലും അസ്തമയത്തിലുമുള്ളവർ ഞാനല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ജീവിതത്തിൽ ദൈവവേദനെ ഉദിച്ചത് അസ്തമിച്ചാലും നീ ഭയപ്പെടേണ്ട കാര്യമില്ല. അസ്തമിച്ചതിനെ ഉദിപ്പിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണെന്ന്. ഞാനല്ലാതെ മറ്റാർക്കത് കഴിയും? ജീവിതത്തിൽ ചിലതെല്ലാം അസ്തമിച്ചു എന്ന് തോന്നിയാലും ഇന്ന് പകൽ പറ, അതിനെ ഉദിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, ഉദിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, ഉദിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. സകലതും തീർന്നു എന്ന് പിശാച് പറഞ്ഞാലും ഒരു പുതിയ പ്രഭാതം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഉണ്ടാകുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ശരിയാണ്. എന്നാൽ ഉഷസ്സിൽ ആനന്ദഘോഷം തരുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു ദൈവിക പദ്ധതിയാണ്. സ്തോത്രം. ആ പുറപ്പെടുവിക്കുന്നതിന് തടസ്സമായിട്ട് 9 ബാധകൾ പിശാച്, സ്തോത്രം, ഹല്ലേലൂയ. പിശാച് ഫറവോന്റെ മേൽ കയറി. ഫറവോൻ ഇസ്രായേൽ ജനത്തെ തടുത്തു. 9 ബാധകൾ. 9 ബാധകൾ കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തില്ല? ഹൃദയം കഠിനപ്പെട്ടതല്ലാതെ വിട്ടുകൊടുത്തില്ല. 9ാമത്തെ ബാധ കഴിഞ്ഞപ്പോൾ മോശയോട് പറഞ്ഞു, നീ ഇനി മേലാൽ എൻ്റെ മുമ്പിൽ വന്നേക്കരുത്. സ്തോത്രം. എൻ്റെ മുഖം കണ്ട പിന്നെ നീ ഇനി ജീവിച്ചിരിക്കരുതെന്നു. സ്തോത്രം. 10ാമത്തെ ബാധ അയച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ വിളിപ്പിച്ചു. സ്തോത്രം. കാരണം എന്താണെന്നറിയോ? മോശയോടാ പറഞ്ഞ് നീ മരിക്കുമെന്ന്, എൻ്റെ മുഖം കണ്ടാൽ നീ മരിക്കുമെന്ന്. പക്ഷെ അവൻ്റെ വീട്ടിൻ്റെ അകത്ത് മരണം നടന്നു. ആദ്യജാതൻ സംഹരിക്കപ്പെട്ടു. കഴിഞ്ഞ അർദ്ധരാത്രിയിൽ ആദ്യജാതൻ. സ്തോത്രം. ഒരു ദൈവ പൈതലിൻ്റെ നേരെ ഒരു ശത്രു വെല്ലുവിളി ഉയർത്തിയാൽ, ഏത് വെല്ലുവിളിയാണോ ഉയർത്തിയത് ആ വെല്ലുവിളി അവൻ്റെ കുടുംബത്തിൽ സംഭവിക്കും. എത്ര പേർ അത് തിരിച്ചറിയുന്നുണ്ട്? ഏത് ഭീഷണിയാണോ നിനക്കെതിരെ ഉയർത്തുന്നത് അത് ഉയർത്തിയവന്റെ വീട്ടിൽ തന്നെ പതിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അവരെ പുറപ്പെടുവിച്ചു. സ്തോത്രം. എന്നിട്ടും പഠിച്ചില്ല. പിന്നാലെ ചെല്ലുക. ഞാൻ പിന്തുടരും, ഞാൻ പിടിക്കും, ഞാൻ കൊള്ള പങ്കിടും, എൻ്റെ ആശ അവരെ പൂർത്തിയാകും. നടക്കത്തില്ല, നടക്കത്തില്ല. കാരണം ഇവരെക്കുറിച്ച് സ്വർഗം എന്തെഴുതി വെച്ചിട്ടുണ്ടോ അത് തിരുത്താൻ ഫറവോന് നിനക്ക് കഴിയത്തില്ല, നിന്റെ സൈന്യത്തിന് കഴിയത്തില്ല, നിന്റെ കുതിരകൾക്ക് കഴിയത്തില്ല, നിന്റെ ആയുധങ്ങൾക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം.